Hello everyone. NCERT പ്ലസ് ടു മാത്തമാറ്റിക്സ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന പാഠത്തിലെ പാർട്ട് 2 വീഡിയോ ആണിത്. പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ ടൈപ്സ് ഓഫ് റിലേഷനെ കുറിച്ചാണ് കൂടുതലായും പഠിച്ചത്. എന്താണ് റിലേഷൻ, എന്താണ് റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് റിലേഷൻ, എന്താണ് ഈക്വാലൻസ് റിലേഷൻ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പാർട്ട് 1 വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഫംഗ്ഷനെ കുറിച്ചാണ്. എന്താണ് ഒരു ഫംഗ്ഷൻ, NCERT ഡിസ്കസ് ചെയ്യുന്ന 4 ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ എന്താണ്, ഈ ഒരു കോൺസെപ്റ്റ്സ് ഒക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഞാൻ ഇവിടെ ആദ്യമായി പറയാൻ പോകുന്നത് ഒരു ഫംഗ്ഷൻ എന്താ എന്നുള്ളതാണ്. നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഫംഗ്ഷനെ കുറിച്ച് കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടുത്തെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ റിലേഷൻ എഫ് ഫ്രം എ സെറ്റ് എ ടു എ സെറ്റ് ബി ഈസ് സെറ്റ് ടു ബി എ ഫംഗ്ഷൻ if every element of set A has one and only one image in set B. അതായത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു റിലേഷൻ ഫ്രം എ ടു ബി ആണ്. അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറി എലമെന്റ് ഓഫ് സെറ്റ് എ ഹാസ് വൺ ആൻഡ് ഓൺലി വൺ ഇമേജ് ഇൻ സെറ്റ് ബി. അതായത് എയിലെ എല്ലാ എലമെന്റ്സിനും ഒരേ ഒരു ഇമേജ് മാത്രമേ സെറ്റ് ബിയിൽ ഉണ്ടാവാൻ പാടുള്ളൂ. അങ്ങനത്തെ റിലേഷനെയാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻസ് നിങ്ങൾ കണ്ടു. നമ്മൾ പലപ്പോഴായിട്ടും ഒരു ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി ഇങ്ങനെയാണ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. എഫ് ഫ്രം എ ടു ബി ഇങ്ങനെയാണ് നമ്മൾ നൊട്ടേറ്റ് ചെയ്യാറ്. അപ്പോൾ ഈ എ എന്ന് പറയുന്നത് ആ ഫംഗ്ഷൻ്റെ ഡൊമെയിനും ബി എന്ന് പറയുന്നത് ഫംഗ്ഷൻ്റെ കോഡൊമെയിനും ആണ് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ നൊട്ടേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങളിപ്പോൾ ഫംഗ്ഷൻസിൻ്റെ മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ എന്താണെന്ന് പഠിച്ചു. അപ്പോൾ ഇനി നിങ്ങൾക്ക് കോൺസെപ്റ്റ്സ് കുറച്ചും കൂടിയും ക്ലിയർ ആവാൻ വേണ്ടി കുറച്ച് എക്സാമ്പിൾസും കൂടിയും ഞാനിവിടെ കാണിക്കാം. അപ്പോൾ നമുക്ക് രണ്ട് സെറ്റ് ഉണ്ട്, എ എന്ന് പറയുന്ന സെറ്റും ബി എന്ന് പറയുന്ന സെറ്റും. എ എന്ന് പറയുന്ന സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3 4 5, ബി എന്നത് ABCDE. ഞാനിവിടെ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യാണ്. 1 റിലേറ്റഡ് ടു എ, 2 റിലേറ്റഡ് ടു ബി, 3 റിലേറ്റഡ് ടു സി, 3 റിലേറ്റഡ് ടു ഇ, 4 റിലേറ്റഡ് ടു ഡി ആൻഡ് 5 റിലേറ്റഡ് ടു സി. ഇനി ഈ ഒരു റിലേഷൻ ഒരു ഫംഗ്ഷൻ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും 3 എന്ന് പറഞ്ഞ എലമെന്റ് ഡൊമെയിനിലുണ്ട്. അതിൽ നിന്ന് 3 ആരോസ് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. 3 റിലേറ്റഡ് ടു സി ആൻഡ് 3 റിലേറ്റഡ് ടു ഇ. ഫംഗ്ഷന്റെ ഡെഫിനിഷൻ വെച്ചിട്ട് എവരി എലമെന്റ് ഓഫ് സെറ്റ് എ ആസ് വൺ ആൻഡ് ഓൺലി വൺ ഇമേജ് ഇൻ സെറ്റ് ബി എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ 3 എന്ന് പറഞ്ഞ എലമെന്റിന് 2 ഇമേജ് ഉണ്ട്. അതിനർത്ഥം അതൊരു ഫംഗ്ഷൻ ആവില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിളും കൂടി ഞാൻ പറഞ്ഞുതരാം. എ എന്ന് പറയുന്ന സെറ്റ് നേരത്തെ പോലെ തന്നെ 1 2 3 4 5, ബി എന്ന് പറയുന്ന സെറ്റ് ABCDE. ഇവിടെ ഞാൻ വേറൊരു റിലേഷൻ ഡിഫൈൻ ചെയ്യണം. 1 റിലേറ്റഡ് ടു എ ആൻഡ് 2 റിലേറ്റഡ് ടു ബി. ഇതാണ് എൻ്റെ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ചെക്ക് ചെയ്യേണ്ടത് ഇതൊരു ഫംഗ്ഷൻ ആണോ അല്ലേ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവരി എലമെന്റ് ഓഫ് സെറ്റ് എ ഹാസ് വൺ ആൻഡ് ഓൺലി വൺ ഇമേജ് ഇൻ സെറ്റ് ബി. അതായത് എല്ലാ എലമെന്റിനും, ഡൊമെയിനിലെ എല്ലാ എലമെന്റിനും ഒരു ഇമേജ് വേണം. പക്ഷേ 3 4 5 എന്ന് പറഞ്ഞ എലമെന്റ്സിന് അവിടെ ഒരു ഇമേജ് ഇല്ല. അതിനർത്ഥം ഈ പറഞ്ഞ എക്സാമ്പിളും ഒരു ഫംഗ്ഷൻ അല്ല എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഫംഗ്ഷൻ അല്ലാത്ത 2 റിലേഷൻസ് കണ്ടു. ഇനി ഞാൻ ഒരു ഫംഗ്ഷൻ തന്നെ ഡിഫൈൻ ചെയ്യാണ്, എക്സാമ്പിൾ വെച്ച് ഡിഫൈൻ ചെയ്യണം. നിങ്ങൾക്ക് 2 സെറ്റ് ഉണ്ട്. എ എന്ന് പറയുന്ന സെറ്റ് 1 2 3 4 5ഉം ബി എന്ന് പറയുന്ന സെറ്റ് ABCDEയും. ഇനി ഞാനൊരു റിലേഷൻ ഇവിടെ ഡിഫൈൻ ചെയ്തു. 1 റിലേറ്റഡ് ടു എ, 2 related to D, 3 related to C, 4 related to D and 5 related to E. ഇങ്ങനെ ഒരു റിലേഷൻ ഞാൻ ഡിഫൈൻ ചെയ്തു. ഇനി ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫംഗ്ഷൻ ആണോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എ എന്ന് പറഞ്ഞ സെറ്റ് ഡൊമെയിനിൽ എല്ലാ എലമെന്റ്സിനും ഒരേ ഒരു ഇമേജ് മാത്രമേ ബി എന്ന് പറയുന്ന കോഡൊമെയിനിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഡെഫിനിഷൻ വെച്ചിട്ട് ഇതൊരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇനി നിങ്ങളിവിടെ +1 പഠിച്ച കുറച്ച് ഡെഫിനിഷൻസ് കൂടിയാണ് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്.
ആദ്യമായി എന്താണ് ഇമേജ് ഓഫ് എ ഫംഗ്ഷൻ എന്നാണ് ഞാൻ പറയുന്നത്. ഇഫ് എഫ് ഫ്രം എ ടു ബി ഈസ് എ ഫംഗ്ഷൻ, ദ ഇമേജ് ഓഫ് എഫ് ഈസ് ഡിഫൈൻഡ് ആസ് ഇമേജ് ഓഫ് എഫ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എ. അതായത് നിങ്ങളുടെ ഡൊമെയിനിലുള്ള വാല്യൂസിനെ ഈ ഫംഗ്ഷൻ കോഡൊമെയിനിലുള്ള കുറച്ച് വാല്യൂസിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ആ വാല്യൂസിന്റെ സെറ്റിനെയാണ് നമ്മൾ ഇമേജ് ഓഫ് ദി ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി അതുപോലെ തന്നെ വേറൊരു ഡെഫിനിഷൻ ആയിരുന്നു പ്രീ ഇമേജ് ഓഫ് എ ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ കോഡൊമെയിനിലെ ഒരു എലമെന്റ് എടുത്തു, ബി എന്ന് പറഞ്ഞ എലമെന്റ്. അങ്ങനെയാണെങ്കിൽ ദ പ്രീ ഇമേജ് ഓഫ് എൻ എലമെന്റ് ബി ഓഫ് ദ കോഡൊമെയിൻ ഓഫ് എഫ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് ഓഫ് ദ ഡൊമെയിൻ ദാറ്റ് മാപ്പ് ടു ബി. ഏതൊക്കെ എലമെന്റ് ആണോ ബിയിലേക്ക് മാപ്പ് ചെയ്യുന്നത് അതാണ് ബിന്റെ പ്രീ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി അടുത്തതായി ഞാനിവിടെ പറയാൻ പോകുന്നത് NCERT ടെക്സ്റ്റ് ബുക്ക് ഡിസ്കസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫംഗ്ഷനെ കുറിച്ചാണ്. NCERT ടെക്സ്റ്റ് ബുക്കിൽ മെയിനായി 4 ഫംഗ്ഷൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. 1-1 ഫംഗ്ഷൻ എന്താണ്, മെനി വൺ ഫംഗ്ഷൻ എന്താണ്, ഓൺ ടു ഫംഗ്ഷൻ എന്താണ്, അതുപോലെ തന്നെ നോട്ട് ഓൺ ടു ഫംഗ്ഷൻ എന്താണ്. ഈ 4 ടൈപ്സ് ഓഫ് ഫംഗ്ഷനെ കുറിച്ചാണ് NCERT ടെക്സ്റ്റ് ബുക്ക് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം 1-1 ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. 1-1 ഫംഗ്ഷനെ നമ്മൾ ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ എന്നും പറയാം. ഇതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി ഈസ് സെറ്റ് ടു ബി 1-1 ഫംഗ്ഷൻ ഇഫ് ദ ഇമേജ് ഓഫ് ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സ് ഓഫ് എ അണ്ടർ എഫ് ആർ ഡിസ്റ്റിങ്ക്ട്. അതായത് ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സിൻ്റെ ഇമേജ് ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. അതാണ് 1-1 ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ 2 എലമെന്റ് എ എന്ന് പറഞ്ഞ ഡൊമെയിനിൽ എടുത്തു, x1 x2. x1ഉം x2ഉം സെയിം അല്ലെങ്കിൽ എഫ് ഓഫ് x1ഉം എഫ് ഓഫ് x2ഉം സെയിം ആവരുത്. അതാണ് 1-1 ഫംഗ്ഷൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കത് വേറെ രീതിയിലും ശരിക്കും എഴുതാൻ പറ്റും. അതായത് എഫ് ഓഫ് x1ഉം എഫ് ഓഫ് x2ഉം അഥവാ സെയിം ആയി കഴിഞ്ഞാൽ x1ഉം x2ഉം സെയിം ആയിരിക്കണം. ഇതാണ് 1-1 ഫംഗ്ഷൻ്റെ കണ്ടീഷൻ. നമ്മൾ ഈ രണ്ടാമത്തെ കണ്ടീഷനാണ് പലപ്പോഴായും യൂസ് ചെയ്യാറ്. പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കണ്ടീഷനാണ് നമ്മൾ പലപ്പോഴായിട്ടും യൂസ് ചെയ്യുന്നത്. അടുത്തതായി മെനി വൺ ഫംഗ്ഷനെ കുറിച്ച് NCERTക്കാർ പറയുന്നുണ്ട്. ഈ 1-1 ഫംഗ്ഷൻ അല്ലാത്ത ഫംഗ്ഷൻസിനെ മുഴുവൻ നമ്മൾ മെനി വൺ ഫംഗ്ഷൻ എന്ന് പറയും. അപ്പോൾ ഇതിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി ഈസ് സെറ്റ് ടു ബി എ മെനി വൺ ഫംഗ്ഷൻ ഇഫ് ദർ എക്സിസ്റ്റ് ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സ് ഇൻ എ such that the images of these elements under F are same. അതായത് there exist distinct elements a1 a2 in A. a1 a2 എന്ന് പറയുന്ന 2 എലമെന്റ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് such that f of a1 is equal to f of a2. ഇതാണ് മെനി വൺ ഫംഗ്ഷന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇത് ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായി മനസ്സിലാവും. അപ്പോൾ നമുക്ക് നേരത്തെ പോലെ തന്നെ 2 സെറ്റ്സ് ഉണ്ട്. എ എന്ന് പറയുന്ന സെറ്റ് 1 2 3 4 5ഉം ബി എന്ന് പറയുന്ന സെറ്റ് എ ബി സി ഡി ഇയും. ഇനി ഞാനിവിടെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. 1 goes to എ, 2 goes to ബി, 3 goes to ഇ, 4 goes to സി ആൻഡ് 5 goes to ഡി. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഞാൻ ഇവിടെ ഡിഫൈൻ ചെയ്തു. നിങ്ങൾക്ക് റൈറ്റ് സൈഡ് സെറ്റ്, അതായത് ബിയിലെ ഓരോ എലമെന്റിനും അറ്റ്മോസ്റ്റ് 1 പ്രീ ഇമേജ് ആണ് ലെഫ്റ്റിലുള്ളത്. ഇങ്ങനത്തെ കേസിലൊക്കെ നമ്മൾ അതിനെ 1-1 ഫംഗ്ഷൻ എന്നാണ് പറയാം. അതായത് 2 ഡിസ്റ്റിങ്ക്ട് എലമെന്റ് നമ്മൾ എയിലെടുത്തു, അതിൻ്റെ ഇമേജസ് ഒരിക്കലും സെയിം ആവില്ല. ഈ എക്സാമ്പിൾ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനത്തെ എക്സാമ്പിൾസിനെയാണ് നമ്മൾ 1-1 ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി അതുപോലെ തന്നെ മെനി വൺ ഫംഗ്ഷൻ്റെ ഒരു കേസും ഞാനിവിടെ ഡിസ്കസ് ചെയ്യാം. നമുക്ക് 2 സെറ്റ് ഉണ്ട്, എ എന്ന് പറയുന്ന സെറ്റും ബി എന്ന് പറയുന്ന സെറ്റും. നേരത്തെ സെറ്റ് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. 1 goes to എ, 2 goes to എ, 3 goes to ഇ, 4 goes to ബി ആൻഡ് 5 goes to ഇ. ഇങ്ങനൊരു ഫംഗ്ഷൻ ഞാൻ ഡിഫൈൻ ചെയ്തു. ഇതിൽ എ എന്ന് പറഞ്ഞ എലമെന്റിന് 2 പ്രീ ഇമേജസ് ഉണ്ട്. അതായത് 1-ൽ നിന്നും 2-ൽ നിന്നും ആരോ പോകുന്നത് എ എന്ന് പറയുന്ന എലമെന്റിലേക്കാണ്. അതുപോലെ തന്നെ 3-ൽ നിന്നും 5-ൽ നിന്നും ആരോ പോകുന്നത് ഇ എന്ന് പറയുന്ന എലമെന്റിലേക്കാണ്. അപ്പോൾ അതിനർത്ഥം ഇ എന്ന് പറയുന്ന എലമെന്റിനും 2 പ്രീ ഇമേജ് ഉണ്ട്. ഇനി എഫ് ഓഫ് 1ഉം എഫ് ഓഫ് 2ഉം സെയിം ആണ്, പക്ഷേ 1 നോട്ട് ഈക്വൽ ടു 2 ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു മെനി വൺ ഫംഗ്ഷന്റെ എക്സാമ്പിൾ ആണ്.
ഓക്കെ, ഇനി അടുത്തതായി ഞാൻ ഓൺ ടു ഫങ്ഷൻസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. NCERT-യിൽ അടുത്ത ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് ഫംഗ്ഷനാണ് ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓൺ ടു ഫംഗ്ഷനെ നമ്മൾ പലപ്പോഴും സർജക്റ്റീവ് ഫംഗ്ഷൻ എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ഈ ഓൺ ടു ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ ഫംഗ്ഷൻ f from a to b is said to be an on to function if every element of b is the image of some element of a under f. അതായത് ബി എന്ന് പറയുന്ന കോഡൊമെയിനിലെ നമ്മൾ ഒരു എലമെന്റ് എടുത്തു. കോഡൊമെയിനിലെ ഒരു എലമെന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് അറ്റ്ലീസ്റ്റ് 1 പ്രീ ഇമേജ് ഉണ്ടായിരിക്കണം. അതാണ് ഓൺ ടു ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതായത് ഫോർ ഓൾ y എലമെന്റ് ഓഫ് ബി there exists x element of a such that f of x equal to y. ഇതാണ് ഓൺ ടു ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഓൺ ടു ഫംഗ്ഷൻ അല്ലാത്ത ഫംഗ്ഷൻസിനെ നമ്മൾ നോട്ട് ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറയും. അതിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ ഫംഗ്ഷൻ f from a to b is said to be an into function or not on to function if there exists some element of b which is not an image of any element of a under f. അതായത് ഏതോ ഒരു y എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് കോഡൊമീനിൽ such that f of x not equal to y for any x element of a. ഇതാണ് നോട്ട് ഓൺ ടു ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിലും കുറച്ച് എക്സാമ്പിൾസ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും. ഞാൻ നേരത്തെ പോലെ തന്നെ രണ്ട് സെറ്റ്സ് ഡിഫൈൻ ചെയ്യാണ്. എ എന്ന് പറയുന്ന സെറ്റ് 1 2 3 4 5ഉം ബി എന്ന് പറയുന്ന സെറ്റ് എ ബി സി ഡിയും. ഇനി ഞാൻ ഇവിടെ ഒരു ഫംഗ്ഷൻ കൺസ്ട്രക്ട് ചെയ്യും. 1 goes to a, 2 goes to c, 3 goes to d, 4 goes to b and 5 goes to d. ഇതിലെ കോഡൊമെയിനിലെ ഓരോ എലമെന്റ്സിനും അറ്റ്ലീസ്റ്റ് 1 പ്രീ ഇമേജ് ഉണ്ട്. അതായത് കോഡൊമെയിനിലെ എല്ലാ എലമെന്റിലേക്കും ഒരു മാപ്പെങ്കിലും വരുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം ഇതൊരു ഓൺ ടു ഫംഗ്ഷൻ ആണ് എന്നുള്ളതാണ്. ഇനി നോട്ട് ഓൺ ടു ഫംഗ്ഷന്റെ ഒരു എക്സാമ്പിളും ഞാൻ കാണിച്ചു തരാം. നേരത്തെ പോലെ തന്നെ 1 2 3 4 5 എന്ന് പറയുന്ന എ എന്ന് പറയുന്ന സെറ്റും ഉണ്ട്, ബി എന്ന് പറയുന്ന എ ബി സി ഡി സെറ്റും ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ഫംഗ്ഷൻ കൺസ്ട്രക്ട് ചെയ്തു. 1 goes to a, 2 goes to a, 3 goes to d, 4 goes to b and 5 goes to d. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഞാൻ കൺസ്ട്രക്ട് ചെയ്തു. നിങ്ങൾക്ക് കോഡൊമെയിനിൽ സി എന്ന് പറയുന്ന എലമെന്റ് നിങ്ങൾക്ക് കാണാം. ആ സി എന്ന് പറയുന്ന എലമെന്റിലേക്ക് ഒരു ഒറ്റ മാപ്പിംഗ് പോലും വരുന്നില്ല. അപ്പോൾ ഈ ഫംഗ്ഷൻസിനൊക്കെയാണ് നമ്മൾ നോട്ട് ഓൺ ടു ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫംഗ്ഷൻസിന്റെ 4 ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ പഠിച്ചു. ഇനി ഒരു ഫംഗ്ഷൻ സപ്പോസ് 1 ഫംഗ്ഷൻ ആണ്, ഓൺ ടു ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കാം. അതായത് 1 ഫംഗ്ഷനുമാണ്, ഇൻജക്റ്റീവ് ഫംഗ്ഷനുമാണ്, സർജക്റ്റീവ് ഫംഗ്ഷനുമാണ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷനെ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ബൈജക്റ്റീവ് ഫംഗ്ഷൻസിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് കണ്ടു. ഇനി ബൈജക്റ്റീവ് ഫംഗ്ഷന്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്, 1 2 3 4. ബി എന്ന് പറയുന്ന സെറ്റ് എ ബി സി ഡി. ഇങ്ങനെ രണ്ട് സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഞാനൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. 1 goes to a, 2 goes to c, 3 goes to d and 4 goes to b. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഞാൻ ഡിഫൈൻ ചെയ്തു. നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഇതൊരു 1 ഫംഗ്ഷൻ ആണ്, ഇതൊരു ഓൺ ടു ഫംഗ്ഷൻ ആണ്. 1 ഓൺ ടുവും രണ്ടും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഫംഗ്ഷനെ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് വിളിക്കും. ഈ ഒരു ഫംഗ്ഷൻ അതുകൊണ്ട് തന്നെ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. ഇപ്പൊ നിങ്ങൾ 1 ഫംഗ്ഷൻ എന്താ, ഓൺ ടു ഫംഗ്ഷൻ എന്താ, അതിൻ്റെയൊക്കെ ഡെഫിനിഷൻസ് എന്താന്ന് പഠിച്ചു. ഇനി ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന കുറച്ച് പ്രോബ്ലംസും കൂടി ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൂവ് ദാറ്റ് ദ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ f from r to r given by f of x equal to greatest integer of x is neither 1 1 nor on 2. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഓഫ് എക്സ് എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഓഫ് എക്സ് എന്ന് പറഞ്ഞ റിയൽ നമ്പറിന്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിയൽ നമ്പറിനെക്കാളും ചെറുതോ അല്ലെങ്കിൽ ഈക്വലോ ആയ ഏറ്റവും വലിയ ഇൻറ്റീജറിനെയാണ് നമ്മൾ അതിന്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് 1 1 അല്ല, ഓൺ ടു അല്ല എന്നാണ് തെളിയിക്കേണ്ടത്. 1 1 അല്ല, ഓൺ ടു അല്ല എന്ന് തെളിയിക്കണമെങ്കിൽ നിങ്ങൾ അതിനൊരു കൗണ്ടർ എക്സാമ്പിൾ കൊടുത്താൽ മതി. ഓക്കെ, ഇനി ഞാൻ f of 1.5 എന്നുള്ളതിൻ്റെ വാല്യൂ ഞാൻ ചെക്ക് ചെയ്യാണ്. 1.5നേക്കാളും ചെറുതോ
അല്ലെങ്കിൽ ഈക്വലോ ആയ ഏറ്റവും വലിയ ഇൻറ്റീജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. അതുപോലെ തന്നെ 1.6നേക്കാളും ചെറുതോ അല്ലെങ്കിൽ ഈക്വലോ ആയ ഏറ്റവും വലിയ ഇൻറ്റീജർ എന്ന് പറഞ്ഞാലും 1 ആണ്. അതായത് എഫ് ഓഫ് 1.5ഉം എഫ് ഓഫ് 1.6ഉം 1 ആണ്. അതായത് ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സിന് സെയിം ഇമേജ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എഫ് 1 അല്ല. നമ്മളൊരു കൗണ്ടർ എക്സാമ്പിൾ വെച്ച് അത് പ്രൂവ് ചെയ്തു. ഇനി എഫ് ഓൺ ടു ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഓഫ് എക്സ് ആണ്. അതായത് നമ്മൾ ഏത് റിയൽ എക്സ് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ഫൈനലി ഒരു ഇൻറ്റീജർ ആണ് കിട്ടുന്നത്. പക്ഷേ നമ്മുടെ കോഡൊമെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറാണ്, റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പർ ആയിട്ടുള്ള ഇൻറ്റീജർ അല്ലാത്ത എല്ലാ നമ്പേഴ്സിനും ഒരു പ്രീ ഇമേജ് പോലും വരുന്നില്ല. അതുകൊണ്ട് തന്നെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓൺ ടു ആയിരിക്കില്ല. കാരണം ഇൻറ്റീജേഴ്സ് അല്ലാത്ത റിയൽ നമ്പേഴ്സിനൊന്നും ഒരു പ്രീ ഇമേജ് ഇല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് കൗണ്ടർ എക്സാമ്പിൾ വെച്ചിട്ട് ഈ ഒരു ഫംഗ്ഷൻ 1 അല്ല, ഓൺ ടു അല്ല എന്ന് തെളിയിക്കാൻ പറ്റും. ഇനി അടുത്തതായി ഞാൻ ടെക്സ്റ്റ് ബുക്കിലെ ഒരു എക്സാമ്പിൾ പ്രോബ്ലം കൂടി ഇവിടെ സോൾവ് ചെയ്യാം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലെറ്റ് എ ആൻഡ് ബി ബി 2 സെറ്റ്സ്. Show that f from a cross b to b cross a such that f of ab is equal to ba is a bijective function. അപ്പോൾ നമുക്ക് തന്ന ഈ ഫംഗ്ഷൻ ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ആദ്യം 1 ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം, അതുപോലെ തന്നെ അതൊരു ഓൺ ടു ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഈ രണ്ട് കണ്ടീഷൻസ് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളത് ഇൻജക്റ്റീവ് ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇൻജക്റ്റീവ് ഫംഗ്ഷന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് വൺ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ആയിരുന്നെങ്കിൽ എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു, ഇതായിരുന്നു ഇൻജക്റ്റീവ് ഫംഗ്ഷന്റെ കണ്ടീഷൻ. പക്ഷെ ഇവിടെ നമ്മുടെ ഡൊമെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ക്രോസ് ബി ആണ്. അതുകൊണ്ട് തന്നെ അതിലത്തെ എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡേർഡ് പേഴ്സ് ആയിട്ടാവും ഉണ്ടാവുക. നമ്മളപ്പോൾ എഫ് ഓഫ് എ വൺ ബി വൺ എടുത്തു. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി വൺ എ വൺ ആണ്. അതുപോലെ തന്നെ എഫ് ഓഫ് എ ടു ബി ടു എടുത്തു. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ടു എ ടു ആണ്. ഇനി ഇത് ഇൻജക്റ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എഫ് ഓഫ് എ വൺ ബി വൺ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എ ടു ബി ടു എന്ന് നമ്മൾ എടുത്തു. അങ്ങനെയാണെങ്കിൽ അതിനർത്ഥം ബി വൺ എ വൺ എന്ന് പറയുന്നത് ബി ടു എ ടുവിനോട് സെയിം ആണ്. അതിനർത്ഥം എ വൺ ഈസ് ഈക്വൽ ടു എ ടു, അതുപോലെ തന്നെ ബി വൺ ഈസ് ഈക്വൽ ടു ബി ടു. ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതിനർത്ഥം എ വൺ ബി വൺ എന്ന് പറയുന്ന ഓർഡേർഡ് പെയറും എ ടു ബി ടു എന്ന് പറയുന്ന ഓർഡേർഡ് പെയറും സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ എഫ് എന്ന് പറയുന്നത് ഒരു ഇൻജക്റ്റീവ് ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തു, നമ്മളത് പ്രൂവ് ചെയ്തു. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് സർജക്റ്റീവ് ആണ് അല്ലെങ്കിൽ ഓൺ ടു ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ എക്സ് വൈ എന്ന് പറയുന്ന ഒരു ആർബിട്രറി എലമെന്റ് ബി ക്രോസ് എ എന്ന് പറയുന്ന സെറ്റിൽ എടുത്തു. ഇനി നമ്മളത് പ്രൂവ് ചെയ്യേണ്ടത് ഈ എക്സ് വൈ എന്ന് പറഞ്ഞ ആർബിട്രറി എലമെന്റിന് അറ്റ്ലീസ്റ്റ് 1 പ്രീ ഇമേജ് ഉണ്ടായിരിക്കും എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ എക്സ് വൈ എന്ന് പറഞ്ഞ എലമെന്റ് ബി ക്രോസ് എയിൽ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതായത് എക്സ് എന്ന് പറയുന്ന എലമെന്റ് ബിയിൽ ഉണ്ടായിരിക്കും, വൈ എന്ന് പറയുന്ന എലമെന്റ് എയിലും ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ വൈ എക്സ് എന്ന് പറയുന്ന എലമെന്റ് എ ക്രോസ് ബിയിൽ ഉണ്ടായിരിക്കും. നമ്മൾ ഇനി എഫ് ഓഫ് വൈ എക്സ് എന്താണെന്ന് ചെക്ക് ചെയ്യണം. എഫ് ഓഫ് വൈ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് വൈ ആയിരിക്കും. കാരണം അങ്ങനെയാണ് നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത്. അതിനർത്ഥം എക്സ് വൈ എന്ന് പറയുന്ന എലമെന്റിന്, കോഡൊമെയിനിലുള്ള ആ എലമെന്റിന് ഒരു പ്രീ ഇമേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എഫ് എന്ന് പറയുന്നത് ഒരു സർജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇൻജക്റ്റീവ് ഫംഗ്ഷൻ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു, സർജക്റ്റീവ് ഫംഗ്ഷൻ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇതൊരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ 2 ടോപ്പിക്സ് ആണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തത്, ടൈപ്സ് ഓഫ് റിലേഷൻ. പിന്നെ ഈ വീഡിയോ നമ്മൾ ടൈപ്സ് ഓഫ് ഫംഗ്ഷനെ കുറിച്ചും ഡിസ്കസ് ചെയ്തു. ഇനി ഞാൻ അടുത്ത വീഡിയോ പറയാൻ പോകുന്നത് കമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ് ആൻഡ് ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ ആൻഡ് ബൈനറി ഓപ്പറേഷൻ. ഈ 2 കൺസെപ്റ്റ്സിനെ കുറിച്ചും ഞാൻ അടുത്ത വീഡിയോയുമായി വരുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസോ ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. താങ്ക് യു.